അവൾക്കിപ്പോ എങ്ങനെയുണ്ട് വിവി? സിനിയുടെ വെപ്രാളത്തോടെയുള്ള ചോദ്യം കേൾക്കെ വിവി ഒന്ന് പുഞ്ചിരിച്ചു. ഒരു കുഴപ്പമില്ല സിനി, ഇന്ന് സ്കൂളിൽ വന്നിട്ടുണ്ട്. താൻ വിളിച്ച കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വിവി തിരിഞ്ഞെന്ന് നോക്കി. ആരെയും അവിടെ കാണാനില്ല. നേരത്തെ നോക്കുമ്പോൾ ചാരു പാത്രം കഴുകി വരുന്ന കണ്ടു. അത് നന്നായി, ഞാനും അതേപ്പറ്റിയൊന്നും ചോദിച്ചില്ല. വെറുതെ വിഷമിപ്പിക്കണ്ടല്ലോ. സിനി പറയുന്ന കേൾക്കെ പതിയെ മോളി വിവി. ബെല്ലടിക്കാൻ ഇനിയും 10 മിനിറ്റ് ഉണ്ട്. നിനക്ക് വല്ലാതെ ബുദ്ധിമുട്ടാവുന്നുണ്ട് അല്ലടാ? സിനിയുടെ ശബ്ദത്തിൽ വല്ലാത്ത കുറ്റബോധം പോലെ വിവി അത് കേൾക്കെ പൊട്ടിച്ചിരിച്ചു പോയി. പിന്നെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അവളെ ഞാൻ ചുമന്നുകൊണ്ടല്ലേ നടക്കുന്നത്, ഒന്ന് പോയടി. വിവി അത് തമാശ മട്ടിലെടുത്തു. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും സിനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. തന്റെ അനിയത്തിയാണ്, അവളെ തന്റെ കൂടെ നിർത്താനാണ് ആഗ്രഹം. പക്ഷെ ഇപ്പോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയ അവസ്ഥയിലല്ല. താമസിക്കുന്ന സ്ഥലം സ്ഥിരമായിട്ടില്ല. ഈ അവസ്ഥയിൽ അവളെയും കൂടി കൊണ്ടുവന്നാൽ ചിലപ്പോൾ അവൾക്കത് ബുദ്ധിമുട്ടാവും. കണ്ടിടത്തോളം വിവിയുടെ വീരാണ് കണ്ടതിൽ വെച്ച് അവിടെയാണ് സുരക്ഷിതം. ഇവിടെ താമസമൊന്നും റെഡിയാവും വരെ അവിടെ നിൽക്കട്ടെ എന്നേ സിനി ചിന്തിച്ചോളൂ. നീ അത് വിട് സിനി, അവളിപ്പോ ഹാപ്പിയാണ് ഇവിടെ. പിന്നെ എന്തോ പറയാൻ വിവി തുടങ്ങി. അന്ന് നീ പറഞ്ഞില്ലേ ചാരുവിന്റെ പ്രണയം, അതാരാണ് സിനി? വിവിയുടെ ആ ചോദ്യം സിനി ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവളൊന്ന് പതറി. അത് അത് ഞാൻ പറയുന്നത് എങ്ങനെയാണ് വിവി? ആരും അറിയരുതെന്ന് അവൾക്ക് മാത്രം നിർബന്ധമുള്ള കാര്യമാണത്. സിനിയുടെ മറുപടി കേൾക്കെ വിവിക്ക് നിരാശ തോന്നി. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, വെറുതെ അറിയാനൊരാഗ്രഹം, അതാണ് ചോദിച്ചത്. വിവിയുടെ ശബ്ദത്തിലെ നിരാശ കേൾക്കെ സീനിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൾ പാവാണ് വിവി, സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു പാവം. സിനിയുടെ വാത്സല്യം ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. വിവിയുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു. അതേസമയം തന്നെ ബ്രേക്ക് തീർന്നതിന്റെ ലോങ് ബെല്ലും മുഴങ്ങി. ശരിയെന്നാ, സിനി ബെല്ലടിച്ചു, പിന്നെ വിളിക്കാം, അത്രയും പറഞ്ഞവൻ ഫോൺ വെച്ചു. എന്നാലും അവൾക്കൊന്ന് പറഞ്ഞാൽ എന്താണ്? വിവി ഓർത്തു. എന്തിനാണ് താൻ എങ്ങനെ നിരാശനാവുന്നത് എന്നവൻ മനസ്സിലായില്ല. എന്തോ ചാരുവിന് ഒരു പ്രണയമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ മനസ്സിലൊരു കൊളുത്തി വലിക്കലാണ് അവൻ ഓർത്തു. അല്ലെങ്കിലും ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അത്രയും പറഞ്ഞ് സ്വയം തിരുത്തിക്കൊണ്ട് അവൻ പതിയെ എഴുന്നേറ്റ് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. എന്നെ ഒന്നും ചെയ്യരുത്, ആശ ജോർജിന്റെ മുഖത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയാളുടെ കൈകൾ അവളെ മുടിക്കുത്തിലാണ്. ഒന്നും ചെയ്യില്ല, അയാൾ പൊട്ടിച്ചിരിച്ചു. അയാളുടെ നോട്ടം അരികിൽ കണ്ട വാഴക്കാട്ടിലേക്കാണ്. ഒന്നും ചെയ്യില്ല കേട്ടോ. വന്യമായി ചിരിച്ചുകൊണ്ട് അവളെയും പൊക്കി ആ വാഴക്കാട്ടിലേക്ക് അയാൾ നടന്നു. വാഴക്കിടയിലൂടെയുള്ള മണ്ണ് പൊതിഞ്ഞ സ്ഥലത്ത് അവളിട്ട് ജോർജ്. ആശ കുന്തറിയോടാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും അയാൾ അവൾക്ക് മുകളിലേക്ക് വീണിരുന്നു. നിന്റെ മനുവേട്ടൻ ഇപ്പോ വരുമോ എന്നൊന്ന് കാണാലോ. അയാൾ ചീറി. ആശ അയാളെ തള്ളി മാറ്റുകയാണ്. അപ്പോഴേക്കും അവളെ ധാവണിത്തുമ്പ് അയാളെടുത്ത് മാറ്റിയിരുന്നു. ഒപ്പം എന്തോ ഒരു സാധനം വായിൽ കുത്തിക്കയറ്റി അയാൾ. കരച്ചിൽ പുറത്തേക്ക് കേൾക്കാതിരിക്കാനായി. ആശയ്ക്ക് മരിച്ചു പോയാൽ മതിയെന്നായി. വായിലെ മണ്ണ് കലർന്ന സാധനം കൊണ്ട് ഛർദ്ദിക്കാൻ തോന്നി. അവൾ തലയുയർത്തി. പക്ഷെ അപ്പോഴേക്കും അയാൾ അവളെ ഭോഗിക്കാനായി കുനിഞ്ഞു. ഡാ! പിന്നിരുന്നും ഒരു അലർച്ചയും അതോടൊപ്പം ജോർജ് തെറിച്ച് അപ്പുറത്തെ ചെളിക്കുണ്ടിലേക്ക് വീണു. ആശ ഞെട്ടലോടെ മുൻപിൽ നിൽക്കുന്നയാളെ നോക്കി. അച്ഛൻ! അവൾ പിടഞ്ഞെണീറ്റു. വായിലുള്ളത് വലിച്ചു മാറ്റി. അവൾ സങ്കടത്തോടെ ആ നെഞ്ചിലേക്ക് വീണു. ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം ചാരുവും മല്ലിയും ഒരേ സമയമാണ് സ്കൂളിൽ നിന്നിറങ്ങിയത്. ചെന്നിട്ട് വേണമല്ലേ ഇനി ഭക്ഷണം ഉണ്ടാക്കാൻ? അല്ലി ഇടം കണ്ടിട്ട് അവളെ ഒന്ന് നോക്കി. ചാരു അതിനൊന്ന് മൂളിയതേയിടും. എന്നാലും എന്തോ കള്ളത്തരം മണക്കുന്നുണ്ടെന്ന് അല്ലിക്ക് ഉറപ്പാണ്. നമ്മളും ഈ കാലം കഴിഞ്ഞില്ലേ വന്നത് എന്ന മട്ടിൽ. മനുവേട്ടന് സുഖമല്ല ടീച്ചറെ? ചാരു പുഞ്ചിരിയോടെ ചോദിച്ചു. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടറിയാം അവൾക്ക്. സുഖമായി പോകുന്നു. ഇപ്പോ വർക്ക് ഫ്രം ഹോം അല്ലേ, മുഴുവൻ സമയം വീട്ടിലുണ്ട്. അല്ലി പുഞ്ചിരിയോടെ മറുപടി കൊടുത്തു. പെട്ടെന്നാണ് അവർക്ക് മുൻപിലേക്ക് ഒരു ബൈക്ക് വന്നത്. ഇപ്പോ ഇരുവരും ഏകദേശം സ്കൂൾ മതിലിനപ്പുറം എത്തിയിട്ടുണ്ട്. അവിടെയാണ് മനു അല്ലിയെ കൊണ്ടുപോകാനായി വരാറ്. അല്ലിയും ചാരുവും ഒരുപോലെ മുഖമയർത്തി നോക്കി. വിവി ഇരുവരെയും കണ്ണു ചിമ്മി കാണിച്ചു. അല്ലി എന്താണെന്ന് സംശയത്തിൽ നിന്നു. വാ കേറ്. ചാരുവിനോടാണ്. ചാരു പതർച്ചയുടെ അല്ലിയെ നോക്കി. അവൾ അവനെ കൂർപ്പിച്ചു നോക്കുകയാണ്. അതെന്താ അവള്? അല്ലി മനസ്സിലായ മട്ടിൽ ചിരി ഒളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കേ ഇവളോട് മുടിഞ്ഞ പ്രേമം, അതുകൊണ്ടൊന്ന് ഡേറ്റിന് കൊണ്ടുപോവുകയാണ്. അതല്ലേ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ട്രെൻഡ്. അല്ലി നോക്കി കളിയാക്കി പറഞ്ഞുകൊണ്ട് വിവി നോക്കിയത് നേരെ ചാരുവിന്റെ മുഖത്തേക്ക്. ആ മുഖം വിളറിപ്പോയിരിക്കുന്നു. അല്ലി വായും പൊളിച്ചുകൊണ്ട് ചാരുവിന്റെ മുഖത്തേക്ക് നോക്കി. ചാരുവാണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് വരെ ചിന്തിക്കുന്നു. അവൾ അല്ലിയെ നോക്കി നിസ്സഹായതയോടെ ചിരിച്ചു. അല്ലി അവളെ പുരികൻ ചുളിച്ചു നോക്കി. കേറുന്നുണ്ടോ ചാരു? വിവി വീണ്ടും ചോദിച്ചപ്പോൾ ചാരു വെപ്രാളത്തോടെ അവന്റെ പിന്നിൽ കയറി. അല്ലി ടീച്ചർക്ക് വല്ലാത്ത സങ്കടമായിരുന്നില്ലേ എനിക്ക് പെണ്ണ് കിട്ടാഞ്ഞിട്ട്? ദേ ഇതുപോലെ ഒരെണ്ണം കറക്റ്റ് സെറ്റാണല്ലേ അല്ലി, ഞങ്ങൾ തമ്മിൽ നല്ല മാച്ചല്ലേ? വിവിയുടെ ചോദ്യം കേൾക്കെ ആദ്യത്തെ പകപ്പ് മാറ്റി അല്ലി മനസ്സിലായി എന്ന മട്ടിൽ തലയാട്ടി. എന്തിനാ ഇതുപോലെ ഒരെണ്ണം? ഇത് തന്നെ നോക്കിക്കോ വിവിയേട്ടാ. അല്ലി ചിരിയോടെ പറയുന്ന കേൾക്കെ ചാരുവിന്റെ മുഖം താഴ്ന്നു പോയി.
തന്നെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ എന്തോ പേടിയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. സ്നേഹിച്ചതിന്റെ പേര് ചൊല്ലി കളിയാക്കുമ്പോൾ ആസ്വദിക്കാൻ കഴിയുന്നില്ല. ചാരുവിന്റെ കണ്ണുകൾ നീറി. ശരിയെന്നാ ഞങ്ങൾ പോകുന്നു അലി. മനു ഇപ്പൊ വരില്ലേ? ദിവി ചോദിച്ചു. അല്ലി വരുമെന്ന് തലയാട്ടി. അവൻ പതിയെ വണ്ടി മുന്നോട്ടെടുത്തു. മുൻപിലെ ക്ലാസ്സിലൂടെ അവൻ പിന്നിലിരിക്കുന്നവളെ നോക്കിയത്. ആ കണ്ണുകൾ കലങ്ങിയത് കണ്ടപ്പോൾ അവന് വല്ലായ്മ തോന്നി. അവൻ ഒഴിഞ്ഞ പാടവരമ്പത്ത് വണ്ടി നിർത്തി. ചാരു പെട്ടെന്ന് മുഖം തുടച്ച് അവനെ നോക്കി. അവൻ തിരിഞ്ഞു നോക്കുകയാണ്. അലി, ഞാൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയാണ്. സാഹചര്യം കൊണ്ടാണെങ്കിലും എന്നെ വേണ്ടെന്ന് വെച്ച് മറ്റൊരാളെ കല്യാണം കഴിച്ചവൾ. അതുകൊണ്ട് തന്നെ തനിക്ക് ഊഹിക്കാലോ, ചെറിയൊരു സങ്കടവും പരിഭവവും ഒരു മുൻ കാമുകൻ എന്ന രീതിയിൽ എനിക്കുണ്ടാവില്ലടോ. അതാണ് കേട്ടോ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ താൻ സീരിയസ് ആക്കണ്ട. ദിവി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. എനിക്കത് മനസ്സിലായി. അവൾ മൃദുവായി പുഞ്ചിരിച്ചു. എന്നാൽ ഈ മോത സങ്കടം അങ്ങോട്ട് എടുത്തു കളഞ്ഞോളൂ. വിവി പറയുന്ന കേട്ടതും അവൾ നന്നായി പുഞ്ചിരിച്ചു. വിവി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തു. അവന്റെ മനസ്സെന്തോ വല്ലാതെയായി. ഈയിടെ തനിക്ക് പറ്റിയ മാറ്റം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ചാരുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത സന്തോഷം, സ്നേഹം. എന്തോ അല്ലിയോട് പറഞ്ഞത് ശരിക്കും ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കും പോലെ. പക്ഷെ ചാരു, അവൾക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ന് തന്നെ അല്ലിയോട് താൻ പറയുന്ന കേട്ടപ്പോൾ തന്നെ ആ മുഖം മങ്ങിയത് ശ്രദ്ധിച്ചതാണ്. മാത്രമല്ല അവളുടെ പ്രണയം ഒരു പ്രണയമുള്ളവളാണ്. അവളെക്കുറിച്ചാണ് താൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. വിവി സ്വയം നിയന്ത്രിച്ചു. എന്തോ ഇനിയും ഒരു വേദന അതവന് താങ്ങാൻ കഴിയില്ല. വീട്ടിലെത്തിയപ്പോൾ പതിവ് പോലെ അമ്മ പലഹാരമുണ്ടാക്കി രണ്ടാളെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇരുവരും പുഞ്ചിരിയുടെ അകത്തേക്ക് കയറി. രണ്ടാളും കൈയും കാലും കഴുകി വാ. അമ്മ പറയുന്ന കേട്ടതും അനുസരണയോടെ ഇരുവരും മുഖം കഴുകി വന്നു. ചാരു ആ നേരം കൊണ്ട് സാരി മാറ്റി ഒരു ചുരിദാർ എടുത്തിട്ടു. സാരി കൊടുത്തിട്ട് നല്ല പാടാണ് ശരിക്കും. പിന്നെ ടീച്ചർമാർക്ക് അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലല്ലോ എന്നോർത്താണ്. ചാരു ഹാളിലേക്ക് വരുമ്പോൾ വിവി ഡ്രസ്സ് ഒന്നും മാറതെ കൊതിയോടെ പഴംപൊരി തിന്നുകയാണ്. ചാരു ഒരു കസേര വലിച്ചിട്ട് അരികിലിരുന്നു. ചായ കുടിക്കും മോളെ. അമ്മ ഒരു ഗ്ലാസ്സിലെ പാൽ ചായ അവൾക്ക് നീട്ടി. ഒപ്പം അടുക്കളയിൽ വെച്ച് ബാക്കി പഴംപൊരി എടുക്കാനായി അകത്തേക്ക് നടന്നു. ചാരു കൈ നീട്ടി പഴംപൊരി എടുക്കാൻ തുടങ്ങിയതും വിവി ആ പാത്രം അവന്റെ ഭാഗത്തേക്ക് വലിച്ചു. ചാരു അവനെ ചുണ്ടുകുറിപ്പിച്ചു നോക്കി. അവൾ വീണ്ടും മുന്നോട്ടാഞ്ഞുകൊണ്ട് കൈ നീട്ടിയതും വിവി ആ പാത്രം മടിയിൽ വെച്ചു. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട് എന്ന മട്ടിൽ പൊരികം പൊക്കി ചോദിച്ചു. അമ്മേ. ചാരു പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഉറക്ക വിളിച്ചു. പിന്നെയാണ് ബോധം വന്നത് ഇത് മറ്റൊരു വീടാണെന്നും മുൻപിൽ ഇരിക്കുന്നത് ഒരു ബന്ധവും ഇല്ലാത്ത ഒരുവനാണെന്നും. പെട്ടെന്ന് തന്നെ അതേപടി അവളെ പറ്റിയ പോലെ ഇരുന്നു പോയി. എന്താ മോളെ? വിളിക്കിളക്കി അമ്മ പെട്ടെന്ന് തന്നെ പഴംപൊരിയും കൊണ്ടുവന്നു. അവൾ ഒന്നും വീണ് ചുമൽ കൂച്ചിക്കൊണ്ട് മുഖം കുനിച്ചിരുന്നു. വിവി ചിരിയുടെ പാത്രം മേശമേൽ വെച്ചു. എന്നിട്ട് ഇടം കണ്ടിട്ട് അവളെ നോക്കി. മുഖം കുനിച്ചു തന്നെ ഇരിപ്പാണ് ചാരു. ഓഹോ, അപ്പോ ഇൻട്രോവേർട്ട് ഒന്നുമല്ല. ആളെ ഒന്നിളക്കിയാൽ ഉള്ളിലെ കുറുമ്പ് പുറത്തു ചാടും. സാഹചര്യം കൊണ്ട് ഒതുങ്ങിക്കൂടിയതാണ് പുള്ളിക്കാരി. വിവി മനസ്സിലോർത്ത്. ഒരു പക്ഷെ തന്റെ സമീപന മുറ മാറ്റിയാൽ ഈ ഇൻട്രോവേർട്ട് സ്വഭാവം മാറും. അപ്പം കൂടുതൽ അടുത്ത് പുള്ളിക്കാരിയുടെ പ്രണയം ആരാണെന്ന് കണ്ടുപിടിക്കാം. കൈയോടെ അവനെ കണ്ടെത്തി കൊടുക്കുകയും ചെയ്യാം. വിവിയുടെ മനസ്സിൽ പല കണക്കുകൂട്ടലുകളും നടന്നു. എന്റെ കുഞ്ഞിനെ തൊടുന്നോടാ. അച്ഛൻ ജോർജിന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ജോർജ് വേദന കൊണ്ട് ഞെരുങ്ങി. അയാളെ വലിച്ച് വാഴത്തോട്ടത്തിൽ നിന്നും പുറത്തേക്കിട്ടു അച്ഛൻ. ജോർജിന് നേരെ വന്ന് വീണത് വിച്ചുവിന്റെ കാൽച്ചൂട്ടിലാണ്. അവന്റെ മുഖം വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. അച്ഛൻ വിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. കൊല്ലാനുള്ള ദേഷ്യത്തോടെ നിൽക്കുന്ന വിച്ചു. അച്ഛന് മുഖം ചുളിഞ്ഞു. ഇവനതെവിടെ? അയാൾ ചോദ്യം ഉയർന്നു. എഴുന്നേറ്റ് വാടാ. ജോർജിന്റെ കോളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വിച്ചു അലറി. ഒപ്പം അയാളുടെ മൂക്കിനിട്ട് നല്ലൊരു ഇടി വെച്ചു കൊടുത്തു. അയാളുടെ മൂക്കിലും ചോര തെറിച്ചു. ഒപ്പം വായിൽ നിന്നും അയാളുടെ കോലം കണ്ടപ്പോൾ അച്ഛൻ പേടി വന്നു. എന്റെ പെണ്ണിനെ നീ! വിച്ചു അലർച്ചയോടെ നിലത്തേക്കിട്ടു. അയാളുടെ കഴുത്തിലേക്ക് ആഞ്ഞു ചവിട്ടി. അയാൾ വേദനയോടെ ഉയർന്നു പോയി. അച്ഛനും ആശയും പേടിച്ചു പോയി. അയാൾ മരിച്ചു പോകുമോ എന്നുവരെ അച്ഛൻ പേടിച്ചു. വിച്ചു കലിയടങ്ങാതെ അയാളെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആശ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ഓടി. വേണ്ട വിച്ചുവേട്ടാ, ഇനി അയാളെ തല്ലിൽ അയാൾ ചത്തുപോകും. ആശ അവനെ പിടിച്ചു മാറ്റുമ്പോഴും വിച്ചു കലിയടങ്ങാതെ അവനെ നോക്കുകയാണ്. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ ഇയാൾ നിന്നെ! വിച്ചു പറയുന്നതോടൊപ്പം ജോർജിന്റെ തോളിൽ പിന്നെയും ചവിട്ടി. അയാളുടെ തോളിൽ പൊട്ടി. അയാൾ അലറിക്കരഞ്ഞു. ശരിയാണ്, വിച്ചുവാണ് കണ്ടത്. അവൻ ഓടി വരുന്ന കണ്ട് സംശയം തോന്നിയാണ് അമ്പലപ്പറമ്പിൽ നിന്നും അവന് പിന്നാലെ താനും ഓടി വന്നപ്പോ കണ്ടത് എന്റെ കുഞ്ഞിനെ ഇയാൾ. അച്ഛന്റെ നെഞ്ചി പിടഞ്ഞു. അച്ഛൻ ആശയെ ചേർത്ത് പിടിച്ചു. അവൾ അച്ഛന്റെ നെഞ്ചിലേക്ക് ഒരു കുഞ്ഞിനെ പോലെ പതിഞ്ഞുകൂടി. മതിയടാ, ഇനിയും തല്ലരുത്. പിന്നെയും അയാളെ തല്ലാൻ ഒരുങ്ങിയപ്പോൾ അച്ഛൻ അവന്റെ കൈ പിടിച്ചു വെച്ചു. അവൻ അച്ഛനൊന്ന് തിരിഞ്ഞു നോക്കി. അച്ഛൻ അവളെയും കൊണ്ട് വീട്ടിൽ പൊയ്ക്കോളൂ. അവളാകെ പേടിച്ചിട്ടുണ്ട്. ഗൗരവം നിറഞ്ഞ സ്വരം. ഇത്ര കാര്യഗൗരവത്തോടെ അവൻ ആദ്യമായാണ് സംസാരിക്കുന്നത്. അച്ഛൻ തലയാട്ടി പതി ആശയം കൊണ്ട് തിരിഞ്ഞു നടന്നു. വിച്ചു അവർ പോന്ന് നോക്കി നിലക്കെ ചുറ്റുമൊന്ന് നോക്കി. ആരുമില്ല. ശേഷം അവൻ നിലത്ത് കിടക്കുന്ന ജോർജിനെ വീണ്ടും നോക്കി. ദേഷ്യം കൊണ്ട് അവന്റെ മുഖത്തേക്ക് രക്തമിരിച്ചു കയറി. നീ എവിടേക്കാ വിവി? അമ്മയും ചാരവും മുറ്റത്ത് നിൽക്കുമ്പോൾ വിവി കയ്യിൽ മുണ്ടൊടുത്ത് ഇറങ്ങുന്ന കണ്ടു. അമ്മ ചോദിക്കുന്ന കേൾക്കെ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി ചാരു. ഞാൻ പുഴ വരെ ഒന്ന് പോയിട്ട് വരാമേ.
വിവിയുടെ കയ്യിൽ സോപ്പ് പെട്ടിയും തോർത്തുകൊണ്ട്. ഇവിടെ പുഴയൊക്കെ ഉണ്ടോ എന്ന് ചാരു അത്ഭുതപ്പെട്ടു. എടോ, താനും വരുന്നോ? ഒന്ന് കണ്ടിട്ട് വരാം. വിവി തിരിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അവളൊന്നും മടിച്ചു. ചെല്ലു മോളെ, മോൾ ഇതുവരെ പോയിട്ടില്ലല്ലോ. അമ്മ പറയുന്നത് കേട്ടപ്പോൾ അവനിന്ന് നോക്കി ചാരു. നടന്നാണ് പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോ അത്ര അടുത്താവുമല്ലോ പുഴ. അവൾക്ക് കാണണമെന്നൊക്കെയുണ്ട്, പക്ഷെ എന്തോ ഒരു മടി. ചെല്ലു മോളെ, അമ്മ വീണ്ടും പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി അവന്റെ കൂടെ നടന്നു. മുൻപിൽ നടന്ന വിവിയുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു. മുണ്ടു മടക്കി കുത്തി മുൻപിൽ നടക്കുകയാണ് വിവി. ഇളംകാറ്റിൽ അവന്റെ മുടിയിഴകൾ മെല്ലെ ഇളകി ആടുന്നുണ്ട്. അവന് പിന്നാലെ ചാരുവും നടന്നു. വിവിയുടെ വീടിന്റെ സൈഡിലൂടെയുള്ള ഇടവഴിയിലൂടെ നടക്കണം പുഴയിലേക്ക്. വിവി നല്ല സ്പീഡിലാണ് നടക്കുന്നത്. ചാരുവിന് അവന്റെ ഒപ്പം നടന്നിട്ട് എത്തുന്നുമില്ല. ഇങ്ങനെന്താ, ബാഗിലേക്ക് പോകുന്നോ? ചാരു പതിയാണ് പറഞ്ഞതെങ്കിലും അത് വിവി വ്യക്തമായി കേട്ടും. അവൻ നടത്തതിന്റെ വേഗതയെക്കുറിച്ച് അവളെ തിരിഞ്ഞു നോക്കി. താൻ എന്ത് പതുക്കെയാണ് നടക്കുന്നത്? വിവി അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. പകരം ചാരു കൂർപ്പിച്ചൊരു നോട്ടം അവന് വെച്ചു കൊടുത്തു. അത് ശരി, എന്നെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്, അതും കൂട്ടിന്. അവൾ മുഖത്ത് പുച്ഛം വാരി വിതറിയിട്ട് മുന്നോട്ട് നടന്നതും കാല് കല്ലിൽ തട്ടി മുൻപോട്ട് വീഴാനായി ആഞ്ഞു. പെട്ടെന്ന് തന്നെ വിവി അവളെ ഇടുപ്പിൽ പിടിച്ചു നിർത്തി. കണ്ണുകൾ ഇറക്കി അടച്ച് പേടിച്ചിരുന്ന ചാരു നിലത്തേക്ക് വീഴാതെ വന്നത് കണ്ടപ്പോൾ പതിയെ കണ്ണു തുറന്നു നോക്കി. ആദ്യം കണ്ണുകൾ ഉടക്കിയത് വിവിയുടെ കടുംകാപ്പി മിഴികളാണ്. അവളുടെ കണ്ണുകൾ വിടർന്നു. മറച്ചു വെച്ചിരുന്ന പ്രണയം അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു. ഇടുപ്പിൽ പിടിച്ചിരുന്ന അവന്റെ കൈകളുടെ മുറുക്കം കൂടിയപ്പോൾ പിടപ്പോടെ അവനിരുന്ന് മകന്നു മാറി. നോക്കി കണ്ടും നടന്നോടെ. വിവി അവളെ ദേഷ്യം പിടിപ്പിക്കാനായി പിറുപിറുത്തു. ചാരു തിരിഞ്ഞു നോക്കിയില്ല. നേരത്തെ പിടിച്ച പിടിയുടെ വേദന ഇപ്പോഴും ഇടുപ്പിലുണ്ട്. അവൾ തിരിഞ്ഞു നോക്കാത്തത് കണ്ടതും വീണ്ടും ചൊറിയാൻ തന്നെ തീരുമാനിച്ചു. ഈശ്വര, ഏത് നേരത്താണോ എന്തോ ഇതിനെ കൊണ്ടുവരാൻ തോന്നിയത്. ബുദ്ധിയില്ല, നടത്തത്തിന് സ്പീഡുമില്ല. വീണ്ടും വിവി പിറുപിറുക്കുന്ന ശബ്ദം അവൾ കേട്ടു. അവൾ പെട്ടെന്ന് നടത്തം നിർത്തി അവനെ തിരിഞ്ഞു നോക്കി. അവൻ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. ഓഹോ, എന്നിട്ടിപ്പോ ആരാണ് മുൻപിൽ? ചാരു കൈ കെട്ടി അവനെ നോക്കി. അത് ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ലേ? വിവി പറയുന്ന കേൾക്കി ചാരുവിന്റെ മുഖം കൂർത്തു. വാ, ആരാണ് ആദ്യം പുഴയിലെത്തുക എന്ന് നോക്കാം, ചാരു വാശിയിൽ പറഞ്ഞു. വിവി അമ്പരന്ന് പോയി. അവളൊന്ന് ദേഷ്യം പിടിപ്പിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പെണ്ണ് നല്ല കലിപ്പിലായിട്ടുണ്ട്. അത് വേണോ? ഒരു സ്കൂൾ മാഷും ടീച്ചറും പിള്ളേരെ പോലെ ഓട്ട മത്സരം വെക്കുക എന്നൊക്കെ പറഞ്ഞാ ആളുകൾ എന്ത് കരുതും ചാരു ടീച്ചറായി? വിവി പ്രത്യേക താളത്തിൽ പറയുന്ന കേട്ടപ്പോൾ ചാരുവും ചൂളിപ്പോയി. ശേ, തനിക്കിത് എന്താണ് പറ്റിയത്? അവൾ സ്വയം ചിന്തിച്ചു. അവൾ അവനെ നോക്കിയെന്ന് ചിരിച്ചു കാണിച്ചു. പിന്നെ ഒന്നും മിണ്ടാതെ മുൻപോട്ട് നടന്നു. അവളെ ചമ്മയുള്ള പോക്ക് കാണി ഒരു കള്ളച്ചീറ്റോടെ അവനും പിന്നാലെ നടന്നു. വീട്ടിലെത്തിയപ്പോഴെ ആശ കഥ കഴിച്ച മുറിയിൽ തന്നെ ഇരിക്കുകയാണ്. ഇപ്പോഴും നേരത്തെ നടന്ന കാര്യങ്ങൾ ഓർത്താൽ ശരീരയുടെ ഒരു വിറയിൽ. അയാളുടെ ഓരോ തൊടലും പുഴുവരിക്കുന്ന പോലെയാണ്. മോളെ, കഥക് തുറക്ക്. അല്ലി ചേച്ചിയാണ്, അച്ഛൻ പറഞ്ഞെന്ന് തോന്നുന്നു. ഒഴുകിയിറങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ചു പോയി വാതിൽ തുറന്നു. ആ മുഖത്ത് അമ്പരപ്പും വേവലാതിയുമാണ്. തന്റെ അടുത്തേക്ക് ഓടി വന്ന് ആ നെഞ്ചിൽ അമർന്നു പോയി. കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകി. അയാൾ എന്നെ വിതുമ്പലോടെ പിറുപിറുത്തു. സാരില്ല, പോട്ടെ, ഒന്നും സംഭവിച്ചില്ലല്ലോ. ആശ്വസിപ്പിക്കുന്നുണ്ട് തന്നെ. പക്ഷെ അപ്പോഴും മനസ്സിലെരിയുന്ന കനലിനെ അടക്കാൻ കഴിയുന്നില്ല. അല്ലി ചേച്ചിയെ ചേർത്ത് പിടിക്കുമ്പോഴും മനസ്സിൽ അയാളെ കൊല്ലണമെന്ന് തന്നെ തോന്നും. ഇതെല്ലാം കണ്ടുകൊണ്ട് ഉമ്മർത്ത് നിൽക്കുന്ന അച്ഛന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ദേഹം എന്തോ തീരുമാനിച്ച പോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അച്ഛൻ പോയ വഴിയെ തന്നെ മനുവും കൂടെ ഇറങ്ങി. അച്ഛൻ നേരെ ചെന്നത് ജോർജിനെ വിച്ച് തല്ലിയിട്ട സ്ഥലത്താണ്. അവിടെ പക്ഷേ അങ്ങനൊരു അടി നടന്നതിന്റെ തെളിവുകളൊന്നുമില്ല. അച്ഛന്റെ മുഖം ചൊളിഞ്ഞു. അയാൾ അവിടെയുള്ള വാഴത്തോട്ടത്തിലെല്ലാം നോക്കി. എന്തു പറ്റിയച്ചാ? മനു അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു. അയാളെ കാണുന്നില്ല. അച്ഛൻ മനുവിനെ നോക്കി. മനുവിന്റെ മുഖം താഴ്ന്നു പോയി. എല്ലാം താൻ കാരണമാണ്. അയാൾക്ക് ആവശ്യം തന്നെയാണ്. തന്നെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അയാൾ ഈ വൃത്തികെട്ട പരിപാടി ചെയ്ത് വെരികിനെ പോലെ ഭ്രാന്തി പിടിച്ചു നടന്നത്. വിച്ചു അയാളെ കൊണ്ട് പോയിട്ടുണ്ടാകും. മനു അച്ഛനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ശേഷം തിരികെ നടന്നു.